പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റിൽ ചിക്കൻ കറി തയ്യാറാക്കാൻ പറ്റിയ ഒരു മസാലക്കൂട്ടാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീഡിയോയിലേക്ക് പോകാം. ഈ മസാലക്കൂട്ട് തയ്യാറാക്കാനായി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണോളം അരി ഒന്ന് വറുത്തെടുക്കാം. അരി നന്നായി വറുത്ത് ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം. അരി നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം മല്ലി ചേർത്ത് കൊടുക്കാം. ഈ മസാലക്കൂട്ട് സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ അളവുകളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂണോളം കുരുമുളകാണ്. കുരുമുളകും കൂടി നന്നായി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂണോളം ഉലുവയാണ്. ഉലുവയും നന്നായി വറുത്തെടുത്തതിന് ശേഷം കോരി മാറ്റാം. എല്ലാം ഓരോന്നോരോന്നായി വേണം വറുത്തെടുക്കാൻ. ഇനി ഇതിലേക്ക് കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. 3-4 തക്കോലം ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കയാണ്. ഏലക്കയും കൂടി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം 1 ടീസ്പൂൺ ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ വലിയ ജീരകവും 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ജീരകവും കൂടി വറുത്തതിന് ശേഷം നമുക്ക് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ആവശ്യമാണ്. ഒരു 20-25ഓളം വറ്റൽമുളക് ഒന്ന് വറുത്തെടുക്കാം. ആവശ്യമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തെടുത്ത വയനയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്ക് തണുക്കാനായി മാറ്റി വെക്കാം. മസാലകളൊക്കെ നന്നായി തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ചിക്കൻ കറി വെക്കുമ്പോൾ ഇതുപോലെ ഒരു മസാലക്കൂട്ട് ഒന്ന് തയ്യാറാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനിയും ഒരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും താങ്ക് യു.